ഇതൊന്ന് കണ്ടു നോക്കിയേ, മുഷിയില്ല, ഒട്ടും മുഷിയില്ല. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു ക്യാരറ്റ്, കുരു കളഞ്ഞെടുത്ത 10-15 ഡേറ്റ്സും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുരു കളഞ്ഞെടുത്ത 5-6 ഡേറ്റ്സും കുറച്ച് വിനാഗിരിയും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ നരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ചെറു തീയിലിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ച് ഇതുപോലെ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തരയില്ലാതെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ആദ്യം അരച്ചു വെച്ച ഈന്തപ്പഴം പേസ്റ്റും ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത് പൊടിയായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പൊടിച്ചു വെച്ച ഉലുവായും കടുകും മിക്സും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ശർക്കരയും കുറച്ച് കായപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചൂടാക്കിയെടുത്ത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി പുളിക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മന്തിക്കും ബിരിയാണിക്കും നെയ്ച്ചോറിനും നമ്മുടെ ചോറിനൊപ്പം ഒക്കെ തൊട്ടുകൂട്ടാൻ പറ്റിയ കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ബീട്രൂട്ട് ഡേറ്റ്സ് പിക്കിൾ റെഡി. എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതുപോലൊരു ടിന്നിലിട്ട് അടച്ചു വെച്ച് പിറ്റന്നത്തേക്ക് എടുത്ത് കഴിച്ചാലുണ്ടല്ലോ വായിൽ കപ്പലോടും. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.